സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 24 അല്ല 36 മണിക്കൂറിലേക്ക് അടുക്കുന്നു. സാധാരണ മണിക്കൂറുകൾ കൊണ്ട് രാജ്ഭവനെ അറിയിക്കും ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പാണെന്ന്. തൊട്ടു പിന്നാലെ വിജ്ഞാപനം ഇറങ്ങും. ഇപ്പോഴും സമ്മർദ്ദവും വാദവും പ്രതിവാദവും വിലപേശലും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരസ്യമായി രംഗത്ത് വന്നത് ലത്തീൻ കത്തോലിക്ക സഭയാണ്. ഫിഷറീസ് വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന് ലത്തീൻ സഭ ആവശ്യപ്പെടുന്നു. ലത്തീൻ കത്തോലിക്ക സഭ നിർദ്ദേശിച്ച തീരദേശത്തു നിന്നുള്ള എം വിൻസെന്റിനെ മന്ത്രിയാക്കാത്തതിലും കടുത്ത അമർഷത്തിലാണ് ലത്തീൻ കത്തോലിക്ക സഭ. ഒപ്പം മുസ്ലിം ലീഗ് ഫിഷറീസ് വകുപ്പിനായുള്ള സമ്മർദ്ദം തുടരുന്നു. വിട്ടുകൊടുക്കില്ല, അത് തങ്ങൾക്ക് വേണം എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. ആദ്യം ഐസൻ ജോസിലേക്ക്. ഐസൻ, ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കുന്നു. അതിൽ ഏത് വകുപ്പ് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ ഇതിങ്ങനെ അനന്തമായി നീളുന്നതിലാണ് എൻ്റെ ആദ്യ വിമർശനം. എന്താണ് ഈ ഫിഷറീസ് വകുപ്പിനെ ചൊല്ലി ഇത്രയധികം കടിപിടി? ഇത് ഫിഷറീസ് വകുപ്പ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു MLA യെ ഫിഷറീസ് മന്ത്രിയാക്കണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. നേരത്തെ സാർ സൂചിപ്പിച്ചതുമാണ്. അതായത് എം വിൻസെന്റിനെ, കോളത്ത് നിന്നുള്ള എം വിൻസെന്റിനെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അത് അംഗീകരിച്ചില്ല. ലത്തീൻ കത്തോലിക്ക സഭ മൊത്തമായി ഇടഞ്ഞു നിന്നു. സത്യപ്രതിജ്ഞയ്ക്ക് വന്നില്ല. അതിന് യൂജിൻ പെരേരയുടെ ചില ബൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല തരത്തിൽ ഈ പ്രശ്നം സങ്കീർണമായി പോയി. വിഷയം, അതായത് ലത്തീൻ കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ സഭകളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ, അതായത് ഈ വിശ്വാസ സംവിധാനങ്ങളൊക്കെ ഇടപെടുന്നത് ഒരു ആദ്യ സംഭവമൊന്നുമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രയും സവിശേഷമായ ഘട്ടത്തിൽ, അതായത് വലിയൊരു ഭൂരിപക്ഷം നേടി 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന് 21 മന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴും പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഫിഷറീസ് വകുപ്പിനെ ചൊല്ലി തർക്കം തുടരുകയാണ്. ഫിഷറീസ് ആരുടെ കുത്തകയാണ്? ഏതെങ്കിലും ഒരു സഭയുടെ കുത്തകയാണോ ഫിഷറീസ്? അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ഒരു സഭയുടെ ഭാഗമാണോ? ഇത് പണ്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ നാട്ടിൽ സ്ഥിരം താമസിച്ചിരുന്ന, എൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ അടുത്ത് താമസിച്ചിരുന്ന സുകുമാർ അഴീക്കോട് ഒരു തീരദേശത്ത് നടത്തിയ ഒരു പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ 100 വയസ്സായ സാഹചര്യമൊക്കെ ഇപ്പോൾ നടന്നു പോകുമ്പോൾ അത് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള സംഘർഷങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായി. ഇപ്പോൾ ആ പ്രഭാഷണം സോഷ്യൽ മീഡിയയിലൊക്കെ വീണ്ടും വൈറലായി വന്നിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്: ആകാശത്തിന് താഴെ വെള്ളത്തിന് മുകളിൽ ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ജോലി ചെയ്യുമ്പോൾ ഏത് തരത്തിൽ നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നുവോ ആ ഐക്യം ലോകത്തിലെ ഒരു പ്രലോഭനത്തിന് മുന്നിലും കീഴടങ്ങാൻ ശ്രമിക്കരുത്, അതിന് സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ, അവരെ നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികളെ 2018 അവരാരാണ് മനുഷ്യർക്ക് രക്ഷകനാവരുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ട ആൾക്കാരാണ്. നമ്മളെല്ലാവരും നേരിട്ട് കണ്ടവരാണ്. അത്തരത്തിലുള്ള മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തർക്കം ആദ്യം തുടങ്ങുന്നത്. ഈ ഭിന്നിപ്പിക്കൽ നമുക്കറിയാം, ഒരുപക്ഷെ സാറിനൊക്കെ റിപ്പോർട്ട് ചെയ്ത അനുഭവം ഉണ്ടാവാനും സാധ്യതയുണ്ട്. വിഴിഞ്ഞം, പൂന്തറ ഭാഗത്തൊക്കെ A ബ്ലോക്ക്, B ബ്ലോക്ക്, C ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്കുകൾ ഉണ്ടാക്കി അത് ഓരോ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വികൃതമായ ചില സ്വഭാവങ്ങളിലേക്ക് ആ സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണോ ഈ നീക്കങ്ങൾ നടത്തുന്നത്? അതിൻ്റെ ലക്ഷ്യമെന്താണ്? അവരവിടെ ഒരു സെൻസിറ്റീവായ ഒരു സമൂഹത്തെ വളരെ പ്രകോപിതരാക്കി ഇത്തരം നീക്കങ്ങൾ നടത്താൻ ആരാണ് അതിന് പിന്നിൽ കളിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ആർക്കാണ്? ഈ പ്രതിഷേധിക്കുന്നവരാണോ, പ്രതിഷേധിക്കാതിരിക്കുന്നവരാണോ അതിൽ പിന്നിൽ ഒരു നിസ്സംഗതയുടെ നീക്കം നടത്തി ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളായി വരുന്ന ഒരു സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലം അവിടെ നിൽക്കുന്നു. അതിനു പുറമെ ഈ അധികാരത്തിൽ ഇത്തരത്തിൽ സഭകളും അതുപോലുള്ള സംവിധാനങ്ങളും സ്വാധീനം ചെലുത്തുന്നത് എന്തുകൊണ്ട്? ആ ഒരു ചോദ്യം രണ്ടാമതും വരുന്നുണ്ട്. UDF വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നു. LDF വരുമ്പോൾ ഈ പ്രശ്നം അത്ര പുറത്തൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഉള്ളിലുണ്ടായിരിക്കാം, സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം, സഭകളുടെ സ്വാധീനം ഉണ്ടാവാം, അവർ കാണുന്നുണ്ടാവാം. പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നേതൃത്വത്തെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഒരു സഭകൾക്കും അതുപോലെ തന്നെ ഇത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എങ്ങനെയാണ് അവിടെ സ്വാധീനം ഉണ്ടാകുന്നത്? ആ സ്വാധീനത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നം, ഇന്നലെ എങ്ങനെയാണോ മുസ്ലിം ലീഗ് കൃത്യമായി കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി മറ്റൊരാളെ ജയിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം നൽകി UDF ഭൂരിപക്ഷം നൽകി മുഖ്യമന്ത്രിയാക്കിയോ, അതേ സ്വാധീനമാണ്, അതിൻ്റെ അലയൊലികളാണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ സ്വാധീനങ്ങൾ എങ്ങനെയാണോ ഈ സഭകളുടെയും മറ്റും സ്വാധീനങ്ങൾ തുടർന്നും ഉണ്ടാവുക, അത് ആദ്യത്തെ ലക്ഷണമാണ് ഈ വകുപ്പ് വിഭജനത്തിലെ ഈ തർക്കമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.